ഹായ് മക്കളെ, നാളെ നമ്മുടെ +2 റിസൾട്ട് വരികയാണല്ലേ. സോ നമ്മൾ 2 വർഷമായി നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ടിൻ്റെയും സാക്രിഫൈസിൻ്റെയും എല്ലാ റിസൾട്ടായിട്ടാണ് നാളെ വരുന്നത്. ചില കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും, മറ്റു ചിലർക്കാകട്ടെ ചെറിയ മാർക്കും അല്ലെങ്കിൽ മാർക്ക് കുറവായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒട്ടും തന്നെ വിഷമിച്ചിരിക്കേണ്ട. അത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. എക്സാം സമയത്ത് നിങ്ങൾക്ക് മതിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിക്കോണമെന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. സോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുമായിട്ട് നിങ്ങളെ മാർക്കിനെ കമ്പയർ ചെയ്യുകയോ ഞാൻ മോശപ്പെട്ടവനാണ് അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല എന്നൊന്നും വിചാരിച്ചിരിക്കാതെ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്, സോ എൻ്റെ പഠന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്, എങ്ങനെയാണ് ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം ഇനി ചിന്തിച്ച് തുടങ്ങേണ്ടത്. മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തോറ്റുപോയവരാണ് അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല, ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് ഒരിക്കലും നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അയാളുടെ ലൈഫിൽ ഏതൊരു വ്യക്തിയുടെ ലൈഫിലായാലും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. സോ ആ താഴ്ചകളെ നമ്മൾ പോസിറ്റീവാക്കി എടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, നമ്മൾ അത്തരത്തിലുണ്ടാകുന്ന വീഴ്ചകളെയും അതേപോലെ തന്നെ നെഗറ്റീവ്സിനെയും എപ്പോഴും നമ്മൾ പോസിറ്റീവാക്കി എടുത്തിട്ടായിരിക്കണം നമ്മൾ ലൈഫിൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടത്. ഇനി എനിക്ക് പാരൻസിനോടാണ് പറയാനുള്ളത്. കാരണം പൊതുവേ സമൂഹത്തിൽ മറ്റു കുട്ടികൾക്ക് മാർക്ക് കൂടിയത് കൊണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ മോശക്കാരനാണ്, എൻ്റെ മകൾക്ക് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ എൻ്റെ മകന് മാർക്ക് കുറവാണ് എന്ന് ചിന്തിക്കുന്ന പാരൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മകന് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് മാർക്ക് കുറവാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മോശക്കാരാണ് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൊമെൻറ്റുകളായിരിക്കും അവരെ സക്സസ്സിലോട്ട് നയിക്കുക. സോ ആ താഴ്ചകളിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന താഴ്ചകളും ഉയർച്ചകളിലും ഒക്കെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ നാളത്തെ റിസൾട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞെന്നിരിക്കാം അല്ലെങ്കിൽ കൂടിയെന്നിരിക്കാം. റിസൾട്ട് എന്തും ആയിക്കോട്ടെ, അവരെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സോ നാളത്തെ റിസൾട്ട് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ വിഘ്നേഷ് ഫ്രം സൈലം ലേണിംഗ്. ബൈ ബൈ.